ഓപ്പൺ മെഡ് സ്കൂളിലേക്ക് സ്വാഗതം. അൾട്രാസൗണ്ട് സ്കാൻ വളരെ സാധാരണയായതോടുകൂടി ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ്. വയറ് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ ലിവറിൽ കൊഴുപ്പാണ് അഥവാ ഫാറ്റി ലിവർ ഡിസീസ്. എന്താണ് ഈ ഫാറ്റി ലിവർ ഡിസീസ്? ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ജീവിതശൈലി രോഗങ്ങളാൽ ഒന്നാണ് മദ്യം കഴിക്കാത്തവരിൽ കാണുന്ന ഫാറ്റി ലിവർ, അതായത് ലിവറിൽ കൊഴുപ്പ് അടിയുക. ലിവറിൽ കൊഴുപ്പ് അടിയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം മദ്യത്തിൻ്റെ ഉപയോഗമാണ്. പലരും വിചാരിക്കുന്നത് ഈ ഫാറ്റി ലിവർ എന്നത് സമ്പന്നരുടെ അല്ലെങ്കിൽ വയോധികരുടെ ഒരു രോഗമാണെന്നാണ്. എന്നാൽ ഇത് യുവതികളിലും യുവാക്കളിലും കുട്ടികളിൽ പോലും വർദ്ധിച്ചു വരുന്നു. ഇന്ത്യയിലെ പല പഠനങ്ങളിലും കാണുന്നത് ഏകദേശം 3 പേരിൽ ഒരാൾക്ക്, അതായത് 3-1 1/3 ആൾക്കാർക്ക് ഫാറ്റ് ലിവർ ഉണ്ടെന്നാണ്. ഇത് ഡയബറ്റീസ് ഉള്ളവരിൽ 50 മുതൽ 70% വരെ കാണുന്നു. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഫാറ്റി ലിവർ, മദ്യം കഴിക്കാത്തവരിലെ ഫാറ്റ് ലിവർ എന്താണെന്ന് നോക്കാം. സാധാരണ നമ്മുടെ ലിവർ എന്ന് പറയുന്ന വയറിൻ്റെ വലതുവശത്ത് മോൾ ഭാഗത്ത് കാണുന്ന അവയവമാണ്. ഇത് 5% കൂടുതൽ ലിവർ അഥവാ കരളിൽ ഫാറ്റ് വരുമ്പോഴാണ് നമ്മളിതിനെ ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. മദ്യപിക്കാത്തവരിൽ കാണുന്ന ഫാറ്റി ലിവറിന് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്, അതായത് മദ്യം കഴിക്കാത്ത ആൾക്കാരിൽ കാണുന്ന ഫാറ്റി ലിവർ ഡിസീസ്. ഇപ്പോൾ അത് ഒരു മെറ്റബോളിക് ഡിസീസ് ആയതുകൊണ്ട് മെറ്റബോളിക് അസോസിയേറ്റഡ് ഫാറ്റി ലിവർ ഡിസീസ് എന്നും പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് പ്രധാനമായിട്ടും ഒന്ന് അമിതവണ്ണവും കുടവയറുമാണ്. ഇതുകൊണ്ട് വയറിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നു. അങ്ങനെയുള്ളവർക്ക് കരളിലും കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നു. പ്രമേഹമുള്ളവർക്ക് ഇത് വളരെ സാധാരണയാണ്. ഞാൻ പറഞ്ഞ 50 മുതൽ 70% വരെയുള്ള ഡയബറ്റീസ് രോഗികൾക്ക് ഫാറ്റി ലിവർ ഉണ്ട്. പിന്നെ ഉയർന്ന കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ഉള്ളവർക്ക്, വ്യായാമമില്ലാത്ത സെഡൻറ്ററി ലൈഫുള്ളവർക്ക്, അമിതമായി ജങ്ക് ഫുഡ്, ബേക്കറി ഐറ്റംസ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് മുതലായവ കഴിക്കുന്നവർക്ക്, ഉദാഹരണമായിട്ട് ബർഗർ, പിസ്സ, ഷവർമ, പാക്കറ്റ് ഭക്ഷണം, മധുരപാനീയങ്ങൾ, ഇതെല്ലാം. അതുപോലെ ഒരു പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടറാണ് രാത്രി വളരെ വൈകി ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. ഉറക്കക്കുറവ്, സ്ട്രെസ്സ്, അതായത് മാനസിക സമ്മർദ്ദവും ഇതിന് കാരണമാകാം. പിന്നെ നമുക്കറിയാവുന്ന പോളിസിസ്റ്റിക് ഓവർ ഡിസീസ്, സ്ത്രീകളിൽ കാണുന്ന ഈ അസുഖമുള്ളവർക്കും ഇത് കൂടുതലായി കാണുന്നുണ്ട്. പിന്നെ കുടുംബത്തിലൊരാൾക്ക് ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടെങ്കിൽ ഫാറ്റി ലിവർ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് നോക്കാം. ആരംഭത്തിൽ യാതൊരു ലക്ഷണങ്ങളും കാണത്തില്ല. ചിലർക്ക് ക്ഷീണം കാണാം, വയറിൻ്റെ വലത് ഭാഗത്ത് ഒരു ഭാരം പോലെ, വിശപ്പില്ലായ്മ, ശരീരത്തിൻ്റെ ഭാരം കൂടുക, പലപ്പോഴത്തെ ഗ്യാസ് ട്രബിൾ എന്ന രീതിയിലായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുക. ഫാറ്റി ലിവർ ഡിസീസ് ഒരു അപകടകരമായ അവസ്ഥയാണോ? എല്ലായ്പ്പോഴും ആകണമെന്നില്ല. എന്നാൽ ചിലരിൽ ഇത് ലിവറിന് ഡാമേജ് വരുത്തും. പല ഘട്ടങ്ങളിലായിട്ടാണ് കാണുന്നത്. ഒന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരളിൽ കുറച്ച് കൊഴുപ്പ് കാണുന്നു. രണ്ടാമത്തെ ഘട്ടത്തിൽ ലിവറിൽ ഇൻഫ്ലമേഷൻ എന്ന് പറയും, സ്റ്റേറ്റ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് ആണ് പറയുക. കൊഴുപ്പിനോടൊപ്പം ലിവറിന് ചെറിയ ഡാമേജുകൾ വരും. അടുത്ത സ്റ്റേജിൽ ഫൈബ്രോസിസ് എന്ന് പറയും, ഇവിടെ ഫൈബ്രസ് ടിഷ്യൂ ഉണ്ടാകുന്നു. ലാസ്റ്റ് സ്റ്റേജ് സിറോസിസ്, ഇവിടെ കരൾ ചുരുങ്ങി കട്ടിവെക്കുകയും മദ്യപാനികൾക്ക് കാണുന്ന ഈ മഹോദരം ഉണ്ടാക്കുന്ന സിറോസിസിൻ്റെ അവസ്ഥയിലേക്ക് തന്നെ ഇത് മാറുകയും ചെയ്യും. ഇത് ജീവന ഭീഷണിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇത് സിറോസിസ് ഉണ്ടാക്കുക എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. എത്ര വർഷമെടുക്കും? എല്ലാവർക്കും ഒരുപോലെയല്ല. പക്ഷേ പല പഠനങ്ങളിലും കാണുന്നത് സാധാരണയായി ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ 10 മുതൽ 20 വർഷത്തും കൊണ്ട് ചിലർക്ക് ഇത് സിറോസിസ് ആയിട്ട് മാറാം. അമിതവണ്ണം, മദ്യപാനം, ഡയബറ്റിസ്, പുകവലി എന്നിവയുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി വേഗത്തിൽ പുരോഗമിക്കും. കുറച്ച് ആൾക്കാർക്ക് 5 മുതൽ 10 വർഷത്തിനുള്ളിലും സിറോസിസിലേക്ക് എത്താം. ഇനി സിറോസിസ് വന്നാൽ എന്ത് പറ്റുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. മഹോദരം ഉണ്ടാകുക, അതായത് വയറിൽ വെള്ളം കെട്ടുക,
കണ്ണിന് മഞ്ഞ നിറം വരിക, അതായത് മഞ്ഞപ്പിത്തം ഉണ്ടാകുക, രക്തം ഛർദ്ദിക്കുക, കാലിൽ വീക്കം വരിക, തലച്ചോറിനെ ബാധിക്കുന്ന, ഇങ്ങനെ കരൾ ക്യാൻസർ വരെയും വരാം. അതായത് മദ്യപാനികൾക്കുണ്ടാകുന്ന സിറോസിസിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഈ ഫാറ്റി ലിവർ ഡിസീസ് ഉള്ളവർക്ക് സിറോസിസ് വന്നാൽ വരാം. ഇനി ഇതെങ്ങനെയാണ് കണ്ടെത്തുക? നമുക്ക് അൾട്രാസൗണ്ട് സ്കാനാണ് ഏറ്റവും സാധാരണയായിട്ട് ഉപയോഗിക്കുക. പിന്നെ ഫൈബ്രോ സ്കാൻ എന്ന് പറഞ്ഞ് ലിവറിനകത്ത് എത്രമാത്രം ഫൈബ്രസ് ടിഷ്യൂ ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കുന്ന സ്കാനുകളുണ്ട്. പിന്നെ ലിവറിൻ്റെ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുന്ന നമ്മൾ എൻസൈംസ് നോക്കും, ബിലിറുബിൻ നോക്കും, പല ടെസ്റ്റുകളുണ്ട്. പിന്നെ രക്തത്തിലെ പഞ്ചസാര തീർച്ചയായിട്ടും നോക്കണം, ലൈപ്പിഡ് പ്രൊഫൈൽ നോക്കണം. ഇനി എന്താണ് ചികിത്സ? ഫാറ്റി ലിവർ ഡിസീസിന് ഒരു ഒറ്റ മരുന്നോ ഒറ്റ ചികിത്സയോ ഒരു മരുന്നെന്ന് പറഞ്ഞ രീതിയിൽ കൊടുക്കാൻ പറ്റില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് ജീവിതശൈലിയിലെ മാറ്റമാണ്. അത് ഒരു 5 മുതൽ 10% വരെ വെയിറ്റ് കുറച്ചാൽ കരളിൻ്റെ ഈ പ്രശ്നം ഒരു പരിധിവരെ രക്ഷപ്പെടും. ദിവസവും വ്യായാമം, സാധാരണ നമ്മൾ പ്രമേഹ രോഗികളോട് പറയുന്ന പോലെ ദിവസം ഒരു 30-45 മിനിറ്റ് 30 മിനിറ്റെങ്കിലും എക്സസൈസ് ചെയ്യുക. ഭക്ഷണത്തിൽ നിയന്ത്രണം, പഞ്ചസാര കുറയ്ക്കുക, ബേക്കറി ഐറ്റംസ് കുറയ്ക്കുക, ഫ്രൈഡ് ഫുഡ് കുറയ്ക്കുക, ഫാസ്റ്റ് ഫുഡ് കുറയ്ക്കുക, കൂൾ ഡ്രിങ്ക്സ് അവോയ്ഡ് ചെയ്യുക. ഇനി കൂടുതലായി എന്തൊക്കെയാണ് കഴിക്കേണ്ടത്? പച്ചക്കറി, പഴങ്ങൾ, ഹോൾ ഗ്രെയിൻസ്, ഫൈബറുള്ള ഭക്ഷണം ഇതൊക്കെ കഴിക്കുക. ഡയബറ്റിസ് കൃത്യമായി നിയന്ത്രിക്കണം. പിന്നെ നല്ല ഉറക്കം വേണം, മാനസിക സമ്മർദ്ദം കുറയ്ക്കുക. പറഞ്ഞിരിക്കുന്നത് ഫാറ്റി ലിവർ ഡിസീസ് എന്നത് ഒരു സൈലൻറ്റ് ഡിസീസാണ്. വേദനയില്ല, സിംറ്റംസ് ഇല്ല എന്ന് പറയുന്നത് അവഗണിക്കരുത്. ഇന്ന് ശ്രദ്ധിച്ചാൽ നാളെ സിറോസിസ് നമുക്ക് ഒഴിവാക്കാം. ഓർമ്മിക്കുക, മദ്യപാനമില്ലെങ്കിലും ഫാറ്റി ലിവർ ഡിസീസ് വരാം. വണ്ണം കുറഞ്ഞവർക്ക്, സ്ലിം ആയിട്ടുള്ളവർക്കും ഫാറ്റി ലിവർ ഡിസീസ് വരാം. ഇത് കുട്ടികളിലും കൂടുതലായി ഇപ്പോൾ കാണുന്നുണ്ട്. തുടക്കത്തിൽ ശ്രദ്ധിച്ചാൽ പൂർണ്ണമായും നിയന്ത്രിക്കാം. കരൾ നമ്മുടെ ശരീരത്തിൻ്റെ ഫാക്ടറിയാണ്. അതിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇന്നത്തെ ചെറിയ ശ്രദ്ധ നാളെ വലിയ രോഗങ്ങളെ തടയും. ആയതിനാൽ ഫാറ്റി ലിവർ ഡിസീസ് നേരത്തെ കണ്ടെത്തുക, സിറോസിസ് ഒഴിവാക്കുക. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.